ഹലോ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോൾ മനസ്സിലൊരുപാട് സങ്കടങ്ങൾ തോന്നും അല്ലേ? ആ ഒരു സങ്കടം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ തോന്നി. ഞാൻ ലൈവ് പറയണമെന്ന് വെച്ചാൽ, പക്ഷെ ലൈവിൽ ഞാൻ പറയും. പക്ഷെ മനസ്സൊരു വല്ലാതൊരിതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്സ് ഇടുന്നത്. ദൈവത്തെ ഓർത്ത് ഒരാളുകൾ പോലും എന്നെ എൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ ഇനി ഒരാൾ പോലും ഒരു രീതിയിലും ഞങ്ങളിലേക്ക് വരരുത്. ഇത് പറയുന്ന ആരോടൊക്കെയാണെന്ന് ഇത് കേൾക്കുന്നവർക്കറിയാം. എന്നെ എൻ്റെ മകളുടെയും ഞങ്ങളെ ആകെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞ യൂട്യൂബാണ്. അതെല്ലാവർക്കും അറിയുന്നതല്ലേ? ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മോളും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ചാനൽ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിലുള്ള എല്ലാവരെ കൊണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചെന്ന് അറിഞ്ഞു. അപ്പം നല്ല വിഷമമുണ്ടായി. എന്താ വെച്ചാൽ അതിനെനിക്ക് എങ്ങനെയാണ് വിഷമമുണ്ടായെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഞങ്ങളുടെ ചാനൽ തനു ആൻഡ് ദേവൂസ് എന്നുള്ള ചാനൽ ഗ്രൂപ്പിലുള്ള 10-30 പേരോളം, അതിൽ 1-2 പേര് ഞങ്ങൾ ചെയ്യില്ല, 2 വർഷമായിട്ട് ഞങ്ങൾ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് തനുവിനെയും ദേവിനെയും അങ്ങനെ ഞങ്ങൾ ഇതാക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ട്. അതിൽ നിങ്ങളാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലിരിപ്പ് അതിൻ്റെ അർത്ഥം ഞാനും എൻ്റെ മോളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിപ്പോട്ടെ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ പണി ചെയ്തതെന്നുള്ളത് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. ഈ പോയവർക്ക് ഒരിക്കൽ പോലും നിങ്ങൾക്കറിയാം ഇതിൽ സത്യം എന്താണ് കള്ളം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയുന്നതാണ് എല്ലാവർക്കും. ഈ പോയവർ എത്ര പേര് 30ഓളം പേര് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ ഞങ്ങളിലേക്ക് തിരിച്ചു വരരുത് കേട്ടോ. തിരിച്ച് നിങ്ങൾ വരരുത്. എൻ്റെ മോളുടെയും ചാനൽ സബ് ചെയ്യാൻ വരരുത്. തനുവും ദേവും ശരിയായിരുന്നു എന്നുള്ളത് ഓരോന്ന് പറയുമ്പോഴും അറിയുമ്പോഴും നിങ്ങൾ വരരുത്. മനസ്സിലായോ? എനിക്ക് എന്നിൽ കുറേ കാര്യങ്ങളും സത്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനതൊന്നും ചെയ്യാത്തത് എൻ്റെ മനസ്സാക്ഷിയാണ്. നിങ്ങൾ കുറച്ച് പേരുടെ ആഗ്രഹം തമ്മിലടിച്ച് ചാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളത് ചെയ്തോ ഞാനായിട്ടൊന്നിനും വരില്ല. ഇത്രയും നാളും ഞാൻ നിന്നില്ലേ? സ്വന്തം ഭർത്താവ് പോലും കൂടെ നിന്നിട്ട് ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും പണി തന്നില്ലേ? എന്നിട്ട് ഞാൻ എൻ്റെ മോളും ജീവിച്ചു വന്നില്ലേ? അപ്പം നിങ്ങൾ ഇത്രയും പേര് അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഒരു മാസം ഞാനും ഉണ്ടായിരുന്നില്ല ആ ഗ്രൂപ്പിൽ. അറിഞ്ഞപ്പോൾ ഒരു വിങ്ങൽ, അത്രയേ ഉള്ളൂ, ഒരു വിങ്ങൽ മാത്രം. മനസ്സിലായോ?